السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സുബാഹുൽ ഖൈർ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഒരു ദിനം ഒരു ഹദീസ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ചിരിയുടെ ഇസ്ലാമിക മാനങ്ങൾ എന്നതിനെ സംബന്ധിച്ചുകൊണ്ടാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണേ സത്യം, ലൗ തഅലമൂന മാ അഅലമു, ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലലഹിഖ്തും ഖലീല, നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുമായിരുന്നു, വലബഖൈതും കസീറ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു, വലഖറജ്തും ഇലസ്സുഅദാതി തജ്റൂന ഇലല്ലാഹി തആല, നിങ്ങൾ മലമുകളിലേക്ക് കയറി അല്ലാഹുവിൽ അഭയം തേടുമായിരുന്നു, ലവദിത്തു അന്നീ കുന്തു ഷജറതൻ തുഅലദു, ഞാൻ നശിച്ചു പോകുമായിരുന്ന വൃക്ഷമായിരുന്നുവെങ്കിൽ എന്നാഗ്രഹിച്ചു പോകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് തുർമുദി റിപ്പോർട്ട് ചെയ്യുകയാണ്. കൂടിയിരുന്ന് തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു സമയം ചെലവഴിക്കുന്നവർ ഇന്ന് വളരെ അധികം കൂടുതലാണ്. ചെറിയ തമാശകൾക്ക് പോലും തൊട്ടടുത്തിരിക്കുന്ന ആളുകളെ ഉപദ്രവിക്കുന്ന വിധത്തിലാണ് പൊട്ടിച്ചിരിച്ച് ആർത്ത് ഉല്ലസിക്കുന്നവര്. മുസ്ലിം നാമധാരികളായ ഇത്തരം ആളുകൾ ഒരിക്കലും പൊട്ടിച്ചിരിയുടെ സന്തോഷം കാണേണ്ടവരല്ല. പുഞ്ചിരിയാണ് ഇസ്ലാമിൽ ധർമ്മമായി കണക്കാക്കപ്പെടുന്നത്, പൊട്ടിച്ചിരിയല്ല എന്നുള്ളത് നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. ചിരി രണ്ട് ഇനമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഒന്ന് പുഞ്ചിരിയാണ്. പുഞ്ചിരിക്ക് എപ്പോഴും പ്രതിഫലമാണ് ലഭിക്കുന്നത്. രണ്ടാമത്തത് പൊട്ടിച്ചിരിയാണ്. പുഞ്ചിരി മുസ്ലിമിന്റെ അടയാളവും പൊട്ടിച്ചിരി വിഡ്ഢിയുടെ അടയാളവുമായിട്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പാരത്രിക ജീവിതത്തെ ഓർത്ത് ചിരിക്കാത്തവരായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പൊട്ടിച്ചിരി ഹൃദയത്തെ ശവമാക്കി കളയുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ പറയുകയുണ്ടായി, ഞാൻ ചില കലിമത്തുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആരാണോ അത് മുറുകെ പിടിക്കുന്നത്, ജീവിതത്തിൽ പുലർത്തുന്നത്, അവർക്ക് സ്വർഗം നൽകുമെന്ന്. അപ്പോൾ അക്കൂട്ടത്തിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിൽക്കുകയും ഞാൻ ചെയ്യാം റസൂലേ എന്ന് പറയുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് 5 കാര്യങ്ങൾ എണ്ണിയപ്പോൾ അഞ്ചാമതായി പ്രവാചകർ പഠിപ്പിച്ചത്, നീ വല്ലാതെ ചിരിക്കരുത്. നിന്റെ ചിരി വല്ലാതെയായാൽ അത് നിന്റെ ഹൃദയത്തിന്റെ മരണമാണ്, നിന്റെ ഹൃദയം ചത്തുപോകും എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ ബോധിപ്പിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 7 സ്ഥലങ്ങളിൽ ചിരിക്കുകയോ ബൗദ്ധികപരമായ സംസാരങ്ങൾ മുഴുകുകയോ ചെയ്താൽ അവന് ഖിയാമത്ത് നാളിൽ പന്നിയുടെയോ നായയുടെയോ കുരങ്ങിന്റെയോ രൂപത്തിൽ പുനർജീവിപ്പിക്കുമെന്നും ഈമാനില്ലാതെ മരണപ്പെടുകയും ചെയ്യുമെന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. 1 പള്ളിയിൽ വെച്ചുകൊണ്ടാണ്, 2 ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത്, 3 നിസ്കാര വേളകളിൽ, 4 ബാങ്ക് വിളിക്കുന്ന അവസരങ്ങളിൽ, 5 മക്ബറ മൈതാനികളിൽ, അതായത് ഖബറടക്കുന്ന ഖബർസ്ഥാനിൽ, 6 മരണപ്പെട്ടവന്റെ അരികിൽ, 7 പണ്ഡിതന്മാരുടെ സദസ്സിൽ. ഈ 7 സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ടുള്ള ചിരി അവന് ഇത്തരത്തിലുള്ള അപകടങ്ങളാണ് വിളിച്ചു വരുത്തുക എന്ന് ഒരു വേള നാം ഒക്കെയും ചിന്തിക്കേണ്ടതുണ്ട്. പൊട്ടിച്ചിരിയുടെ 8 വിപത്തുകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പണ്ഡിതരും ബുദ്ധിമാന്മാരും ആക്ഷേപിക്കും അത്തരക്കാരെ. അജ്ഞരും വിഡ്ഢികളും ചിരിക്കുന്നവന്റെ മേൽ ധൈര്യം കാണിക്കുന്നതാണ്. വിഡ്ഢിയാണെങ്കിൽ അജ്ഞത വർദ്ധിക്കുകയും പണ്ഡിതനാണെങ്കിൽ അറിവിൽ ന്യൂനത സംഭവിക്കുകയും ചെയ്യുന്നതാണ്. ചിരിക്കുന്നവൻ കഴിഞ്ഞുപോയ അപരാധങ്ങൾ വിസ്മരിച്ചു പോകും. ഹൃദയ കാഠിന്യം നിമിത്തം വരും നാളുകളിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യുവാൻ പ്രേരിതനാകും. പാരത്രിക ജീവിതം പോലും വിസ്മരിക്കപ്പെടുന്നതാണ്. നീ കാരണം ചിരിച്ചവന്റെ ശിക്ഷ നിനക്ക് ലഭിക്കുന്നതാണ്. ഐഹിക ലോകത്ത് പൊട്ടിച്ചിരി പാരത്രിക ലോകത്തെ സുദീർഘ കരച്ചിലിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ്.
എന്നാൽ അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അജറുൽ അസ്വദിൽ അധരങ്ങൾ അമർത്തി വെച്ച് പൊട്ടിക്കരയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞിരിക്കുന്നു. നരകം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചിരുന്നത്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ണീരിനാൽ പുല്ലുമുളച്ചിരുന്നു. ദാവൂദ് നബി അലൈഹി സ്വലാം കണ്ണുനീർ കലരാത്ത ഒരു പാനീയവും കുടിക്കുവാൻ കഴിഞ്ഞിട്ടില്ലത്രേ. നിരന്തരമായ കണ്ണുനീർ കാരണം ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് 2 കറുത്ത വരകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കണ്ണുനീര് കൈകൊണ്ട് തുടച്ചു നീക്കുമായിരുന്നു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു രാത്രി വിളക്കുകെടുത്തി കരഞ്ഞതു കാരണം കണ്ണുകൾ കൂടിച്ചേരുമായിരുന്നു. അബൂ ഇമ്രാനുൽ ജൗനി റളിയല്ലാഹു തആല അൻഹു ബാങ്ക് കേട്ട പൊട്ടിക്കരയുമായിരുന്നു. അബൂബക്കറുൽ നഹ്ശരി റളിയല്ലാഹു അൻഹു ബാങ്ക് കേട്ടാൽ കരയുമായിരുന്നു. നഹാദ് ബിൻ മത്വറുൽ അദ്വി റളിയല്ലാഹു അൻഹു കരഞ്ഞ് അന്ധനായി പോയിരുന്നു. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞ ശരീരം ഒട്ടിച്ചുളിഞ്ഞിരുന്നു എന്നൊക്കെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള മഹാന്മാരൊക്കെ പൊട്ടിക്കരഞ്ഞത്. അള്ളാഹുവിന്റെ ശിക്ഷകയെ ഓർത്തിട്ടും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തിട്ടാണെങ്കിൽ ഇതൊക്കെ ഇന്നത്തെ സമൂഹം മറന്നു പോയിട്ട് പൊട്ടിച്ചിരിയും വിഭക്തുകളുമായി നടന്നു നീങ്ങുകയാണ്. എന്തിനേറെ പറയണം, നമ്മുടെ വീടിന്റെ ഉള്ളറകളിലുള്ള ശവപ്പെട്ടിയിൽ നിന്നും വരുന്നത്, അതായത് വിഡ്ഢിപ്പെട്ടിയിൽ നിന്നുള്ള അതിപ്രസരം കാരണത്താൽ കോമഡികളും മറ്റുമൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ, അധികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടിച്ചിരിയാണ് എവിടെയും കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഓരോ മുസ്ലിമിന്റെയും വീട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള വിഡ്ഢിപ്പെട്ടികളെ എടുത്തു കളയുകയും പൊട്ടിച്ചിരിയുടെ വിപത്തുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും ചെയ്യേണ്ടുന്നതാണ്. അതാണ് യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടത്. പൊട്ടിച്ചിരി നമുക്ക് ചേർന്നതല്ല, നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കണം. നമ്മൾ അള്ളാഹുവിലേക്ക് അടിമയാണ്. അഹങ്കാരം പോലും നമ്മുടെ ഹൃദയത്തിലേക്ക് പൊട്ടിച്ചിരി കൊണ്ട് വന്നു ചേരുന്നതാണ്. അള്ളാഹുവിലുള്ള വിശ്വാസവും അതുപോലെ തന്നെ ഈമാനികപരമായ ആവേശവും നഷ്ടപ്പെട്ടു പോകുന്നതാണ് എന്നൊക്കെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ ആ പൊട്ടിച്ചിരിയുടെ വിപത്തുകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലാതെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും അതുവഴി നമ്മുടെ കണ്ണുനീരൊലിക്കുകയും, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചുവല്ലോ, വല്ലൊരുത്തനും അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കണ്ണുനീര് നരകത്തിൽ പ്രവേശിക്കുകയില്ല, ആ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു സൂചിയുടെ സുഷിരത്തിലൂടെ ഒട്ടകങ്ങൾ കിടന്നാൽ പോലും അവൻ നരകത്തിൽ കിടക്കുകയില്ലെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു മുഅ്മിനായിട്ട് നമ്മൾ വളരണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് കരയുവാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ ശിക്ഷകളെ ഭയന്നുകൊണ്ട് കരയണം. നമുക്ക് ചെയ്ത നിഅമത്തുകളെ ഓർത്തുകൊണ്ട് കരയണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.